ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വട റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ആ വട ഉണ്ടാക്കുന്നത് ചവ്വരി വെച്ചിട്ടാണ്. ചവ്വരി, സാബുദാന, സാഗോ എന്നൊക്കെ നമ്മൾ പറയും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം, കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന സെലക്ഷനും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനായിട്ട് ഞാനിവിടെ 3/4 ഗ്ലാസ്സോളം ചവ്വരി എടുത്തിട്ടുണ്ട്. അത് 250 ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി ഇട്ടിട്ട് അരമണിക്കൂർ ആ വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്നു. ഇതിപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ മണികളൊക്കെ നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വേവിച്ചിട്ട് ഉരുളൻകിഴങ്ങ് വേവിച്ച് നല്ലോണം അത് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കൈ വെച്ചോ ഫോർക്ക് വെച്ചോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അത് നല്ലോണം ഉടച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവർ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചതച്ചതോ അരിഞ്ഞതോ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു 3/4 ടീസ്പൂണോളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചുമന്ന മുളക് പൊടി നമ്മൾ ചേർക്കണില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമ്മുടെ ടേസ്റ്റിന് വേണ്ടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചവ്വരി ഈ വട ഉണ്ടാക്കാനായിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 4 മണിക്കൂറേ ഞാനിതിപ്പോൾ കുതിർത്തി എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഫസ്റ്റ് ടൈം നമ്മളൊന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം അത്രേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് വേണ്ടത് കപ്പലണ്ടി പൊടിച്ചതാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സാധാരണ കപ്പലണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തേക്കുന്നതാണ്. അത് അത്രയും നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിൽ ചെറിയ ചെറിയ വലിയ തരികളുണ്ടായാലും കുഴപ്പമില്ല. അത് ഈ വടയുടെ ഒരു ടേസ്റ്റാണ്. ആ ചെറിയ പീസസ് ഉള്ള കപ്പലണ്ടി നമുക്ക് ഇതിൽ കടിക്കാൻ കിട്ടും. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ അതൊരു സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റാണ് ഇതിൻ്റെ. നമുക്കിനി ആ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിതിൽ മിക്സ് ചെയ്യുമ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ ചവ്വരിയിലുള്ള ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങിലും അല്പം വെള്ളം ഉണ്ടാവുമല്ലോ, ആ ഒരു വെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ വടയ ഉണ്ടാക്കാനുള്ള മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കയ്യിൽ അല്പം എണ്ണയോ വെള്ളമോ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ചെറിയൊരു ബോളാക്കി നമ്മൾ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് 2 കൈയിലും വെച്ച് ഇതേപോലെ പ്രസ് ചെയ്തെടുക്കുക. നമ്മൾ കട്ട്ലൈറ്റിനൊക്കെ പ്രസ് ചെയ്തെടുക്കില്ലേ, അതേപോലെ ഇതേ രീതിയിൽ ഒരു കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്ന പോലെ ഇതേപോലെ നമ്മൾ പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഓയിൽ ഓൾറെഡി വെച്ചിരുന്നു, അത് ചൂടായിരുന്നു. അതിലേക്ക് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും മോൾക്കും പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഇവിടെ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തുണ്ട്. അവർക്കൊക്കെ കൊടുത്തപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഈ റെസിപ്പി. നമ്മുടെ പരിപ്പ് വടയേക്കാളും ഉഴുന്നുവടയേക്കാളും എനിക്ക് ടേസ്റ്റ് ഇതിന് നല്ലോണം തോന്നി. ഭയങ്കര ക്രിസ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഉരുളൻകിഴങ്ങിൻ്റെയും ഈ നമ്മുടെ കപ്പലണ്ടി റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെയും ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇത് നമുക്കൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ 3 എണ്ണമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പാത്രം ചെറുതായ കാരണം ഇന്ന് നമുക്കിതൊന്ന് ബ്രൗൺ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും മറിച്ചിട്ടിട്ട്. ഇതിപ്പോൾ ഞാൻ 3 എണ്ണത്തിൻ്റെയും സൈഡൊക്കെ മറിച്ചിട്ട് അത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് വട. അത് ഞാനൊരു കിച്ചൺ ടിഷ്യൂലേക്ക് മാറ്റുകയാണ്. വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ്. എന്നാൽ ടേസ്റ്റും ഭയങ്കര ഡിഫറെൻ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ആ ചവ്വരിയൊക്കെ നല്ലോണം മൊരിഞ്ഞ് കടിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിയാണ്. അന്ന് ഉൾഭാഗം അതിൻ്റെ സോഫ്റ്റുമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. ഇതിവിടെ വട ഇപ്പോൾ ചവ്വരി കൊണ്ടുണ്ട്. ആ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി.